നമ്മുടെ സംസ്ഥാനത്ത് തുടർച്ചയായി വർഗീയ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന പോലീസ് മേധാവിക്കും അതുപോലെ തന്നെ മലപ്പുറം പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ സാമൂഹ്യ ഘടനയെ തകർക്കുന്നതിനു വേണ്ടി തുടർഭരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ആശീർവാദങ്ങളോടുകൂടി നിരന്തരമായി അദ്ദേഹം പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരിൽ നിന്ന് ഉപചോദ്യം ഉന്നയിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ രൂക്ഷമായി പെരുമാറുകയും ഇന്നലെ ആലപ്പുഴയിൽ വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ തന്റെ ദൌത്യം നിർവഹിച്ചുകൊണ്ടിരുന്ന ആ മാധ്യമപ്രവർത്തകനെ അദ്ദേഹത്തിന്റെ നേരത്തെയുണ്ടായിരുന്ന രാഷ്ട്രീയ പശ്ചാത്തലവും അദ്ദേഹത്തിന്റെ പേരുമൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീർത്തും വംശീയവും വർഗീയവുമായിട്ടുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ PC ജോർജ് നടത്തിയിരുന്നതിനേക്കാൾ മോശമായ അർത്ഥത്തിൽ അദ്ദേഹത്തിനറിയാം, ഇവിടുത്തെ സോഷ്യൽ ഘടനയെ തകർക്കണമെങ്കിൽ നിലനിൽക്കുന്ന സാമൂഹിക സാഹചര്യത്തിൽ വലിയ അർത്ഥത്തിലുള്ള വർഗീയ ധ്രുവീകരണം നടത്തേണ്ടതുണ്ട്. RSSും സംഘപരിവാറുമൊക്കെ പരാജയപ്പെട്ടിടത്ത് അത് വിജയിപ്പിച്ചെടുക്കുന്നതിനു വേണ്ടി പണിയെടുക്കുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പാർട്ടികൾ, അതുപോലെ തന്നെ കേരളത്തിന്റെ മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരും പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നു. നിരന്തരമായി പരാതികൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പരാതികൾ സ്വീകരിക്കാനോ അതിന്റെ മേൽ നടപടിയെടുക്കാനോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് തയ്യാറാകുന്നില്ല. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPMന്റെ നേതാക്കന്മാരുടെ ആശീർവാദത്തോടുകൂടി CPMന് വേണ്ടിയിട്ടാണോ അദ്ദേഹം ഇത്തരത്തിലുള്ള പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വരെ കേരളത്തിലെ പൊതുസമൂഹം ആലോചിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഈ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കുന്നതിനു വേണ്ടി നമ്മുടെ സാമൂഹിക ഘടനയിൽ ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ വർഗീയ ധ്രുവീകരണത്തിന്റെ താൽക്കാലികമായി എന്തെങ്കിലുമൊക്കെ ലാഭം നേടാൻ CPMനും അതുപോലെ തന്നെ കേരളത്തിലെ ഇടതുപക്ഷത്തിനും സാധിച്ചാൽ പോലും കേരളത്തിൽ ഇക്കാലം അത്രയും നമ്മൾ കാത്തു സംരക്ഷിച്ചിട്ടുള്ള, നമ്മൾ തടഞ്ഞു നിർത്തിയിട്ടുള്ള RSSന്റെയും സംഘപരിവാറിന്റെയും കടന്നുകയറ്റത്തിന് അത് എളുപ്പമാക്കുകയും ഇതിന്റെ ആത്യന്തികമായിട്ടുള്ള ഇതിന്റെ ഗുണഭോക്താക്കളെന്ന് പറയുന്നത്, ഇതിന്റെ ലാഭം കൊയ്യുക എന്ന് പറയുന്നത് സംഘപരിവാറും RSSും ആയിരിക്കുമെന്നുള്ളത് കൂടി CPMും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിലെ നേതാക്കന്മാരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളാപ്പള്ളിയെ മുൻനിർത്തിക്കൊണ്ട് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന വർഗീയ ധ്രുവീകരണം അത്യന്തം അപകടകരമാണ്. ആ അപകടകരമായിട്ടുള്ള സാഹചര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ അർത്ഥത്തിലുള്ള സമര പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ല കേരളത്തിലെ വിഭവ വിതരണത്തിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ, ഗതാഗത രംഗത്ത്, ആരോഗ്യരംഗത്തു വലിയ അർത്ഥത്തിലുള്ള വിവേചനങ്ങൾ നേരിട്ടിട്ടുള്ള, വിഭവ വിതരണത്തിന്റെ കാര്യത്തിൽ വലിയ പ്രയാസങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ്. ആ ജില്ലയെ സംബന്ധിച്ച് മലപ്പുറം ജില്ല വലിയ അർത്ഥത്തിൽ എന്തൊക്കെയോ വാരിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് വെള്ളാപ്പള്ളിക്ക് അനുകൂലിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന് പറയുവാനുള്ളത്, മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഇതുവരെയുള്ള 1969 തൊട്ട് 2025 വരെയുള്ള കാലയളവുകളിൽ കേരള സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ ഉദ്യോഗ പ്രാതിനിധ്യത്തെക്കുറിച്ച്, അതുപോലെ തന്നെ വിഭവ വിതരണത്തിന്റെ കണക്കുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ സംവാദത്തിന്, കണക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഒരു സംവാദത്തിന് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഈ SNDPയെയും അതുപോലെ തന്നെ അതിന് നേതൃത്വം നൽകുന്നതിന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വെള്ളാപ്പള്ളി നടേശനെയും വെല്ലുവിളിക്കുകയാണ് എന്നുള്ളത് കൂടിയാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്.